ഹായ്, ഇന്ന് ജോലിന് നേരിട്ട് കൊടുങ്ങല്ലൂർക്കാണേ പോയത്. അവിടെ നല്ല ഫ്രഷ് മീനും പച്ചക്കറിയൊക്കെ ആയിട്ട് വീട്ടിലെത്തിയേ. നല്ല പലവകയായിരുന്നിട്ട് കിട്ടിയത്. പലവകയിൽ കൂടുതലും കുഞ്ഞയിലായിരുന്നേ. പച്ചക്കറികളൊക്കെ അതാത് സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ പകുതി മുക്കാലും പണികൾ കഴിഞ്ഞല്ല. 3 ദിവസമായി നമ്മളെ വീട്ടിൽ തക്കാളി തീർന്നിട്ട്. പച്ചക്കറികളൊക്കെ വാങ്ങിക്കുമ്പോൾ കിറ്റാണ് വാങ്ങിക്കാറ്. അതാകുമ്പോൾ കൂടുതലും ക്വാണ്ടിറ്റി ഉണ്ടാവേ. തക്കാളി, പച്ചമുളക്, വേപ്പല, മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി, കോവക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കമ്പർ, അങ്ങനെ സകലമാന പച്ചക്കറികൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് അതിൻ്റെതായിട്ടുള്ള ബോക്സിലൊക്കെ വെച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഐശ്വര്യമായി. ആവശ്യത്തിന് പോയി ഫ്രിഡ്ജ് തുറന്നാൽ മതിയല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ മുറിച്ചിട്ടുണ്ടന്നേ. മീനൊക്കെ മുറിച്ചിട്ടുണ്ടെന്നിട്ട് കുറച്ച് ഉപ്പും കായം തേച്ചും കുറച്ച് കറി വെക്കാനായിട്ട് എടുത്ത് മാറ്റി. എന്നിട്ട് പിന്നെ തിളച്ച കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. കൊടംപുളി ഇട്ട് മുളകിട്ട കറിയാണേ. പല വകക്ക് അതാ പറ്റുള്ളൂ. കറി നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് കോവക്ക, ഇന്ന് കിട്ടിയ ഫ്രഷ് കോവക്ക ഇന്ന് തന്നെ കറിയാക്കിയാലേ ശരിയാവുള്ളൂ. അങ്ങനെ കോവക്ക വലത്തിയേ. അവർക്കുള്ള ഭക്ഷണം മാത്രം ഇട്ടിട്ടുള്ളൂ. എനിക്ക് വേറെ ഉണ്ടാക്കണം. ഞാനാണെങ്കിൽ ഇത്തിരി ചപ്പാത്തിക്ക് പൊടി അങ്ങോട്ട് കുഴച്ച്, പൊടി കൂടുതലെടുത്തേനെ നാളെ രാവിലേക്കും വേറെ ഉണ്ടാക്കണ്ടല്ലോ. ഞാനിതിനെ ചപ്പാത്തി എന്ന് വിളിക്കും. നിങ്ങൾ ഇതിനെന്തിനാണ് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടാ. ആട്ടപ്പൊടിയിൽ ഉപ്പും വെള്ളം ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുത്ത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് പരത്തി. പ്രസ്സിലൊട്ടി പിടിച്ചപ്പോൾ ഇത്തിരി പൊടിയും കൂടെ മുക്കി ഒന്നും കൂടെ അങ്ങോട്ട് പരത്തിയേ. എന്നിട്ടും വലുതാണ്ടായപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ പേരങ്ങോട്ട് തനിയെ ആട്ടപ്പൊടി പത്തിരിയാക്കി. അപ്പം പിന്നെ കുഴപ്പമില്ല. പിന്നെ മീനും വറുത്തതിനെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്.